ഐശ്വര്യ ഷംന ചേരുന്നു ദേശീയ വാർത്തകളുമായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ രണ്ടുപേരും നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ് ഒരുപോലെ അപ്പൊ എന്താണ് ദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ദേശീയ വാർത്തകൾ അത്ര സുഖമുള്ള വാർത്തകളല്ല. ആദ്യം നോക്കേണ്ടത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ സംഘർഷത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ഇന്ന് സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുക. 3 ജില്ലകളിൽ ഇന്ന് കർഫ്യൂ ആണ്, നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 5 ജില്ലകളിൽ ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതാണ് മണിപ്പൂരിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. സർക്കാരിന്റെ ഉപദേഷ്ടാവിനെയും DGPയെയും മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്നലെ മാർച്ച് നടന്നിരുന്നു രാജ്ഭവനിലേക്ക്. അവിടെയാണ് ആ മാർച്ചിനെ പോലീസ് തടയാൻ ശ്രമിക്കുകയും പിന്നീടാണ് ആ ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമായത്. അതാണ് മണിപ്പൂരിന്റെ ഒരു അവസ്ഥ. ഒപ്പം തന്നെ കോളേജുകൾക്കൊക്കെ മണിപ്പൂരിൽ അവധിയാണ്, ഇന്നും നാളെയൊക്കെ അവധിയാണ്. അടുത്തതായി കൊൽക്കത്തയാണ് പറയാനുള്ളത്. യുവ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് കൊൽക്കത്തയിൽ കഴിഞ്ഞ കുറെ ബംഗാളിലൊക്കെ വ്യാപകമായ പ്രതിഷേധമാണ്. പ്രതിഷേധം അവസാനിപ്പിച്ച് ഇന്നലെ ഡ്യൂട്ടിക്ക് കയറണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് യുവ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമരം ബംഗാളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ആവശ്യപ്പെട്ട അതൊന്നും നടപ്പാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും സമരം നടക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരുമായി നടക്കേണ്ടിയിരുന്ന ചർച്ച, മമതാ ബാനർജിയുമായി സമരക്കാർ 10 പേര് ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ സെക്രട്ടറി, ഡയറക്ടറൊക്കെ മെയിൽ അയച്ചിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ രാജിവെക്കണമെന്ന് ഈ ആരോഗ്യ സെക്രട്ടറിയും ഡയറക്ടറും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ സമരം നടക്കുന്നത്. എന്നാൽ തങ്ങൾ രാജി ആവശ്യപ്പെട്ടവർ തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അത് തങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും സമരം നടക്കുന്നത്. അതാണ് കൊൽക്കത്തയിലെ അവസ്ഥ. പിന്നെ സീതാറാം യെച്ചൂരി, നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി, അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശ്വാസകോശ അണുബാധയെ തുടർന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 19-നാണ് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അത് നില ഗുരുതരമായി തന്നെ ലാസ്റ്റ് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ എന്താണ് പറയുന്നത്? അതീവ ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് യെച്ചൂരിയുടേത്. അതാണ് ദേശീയ തലത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. അതൊക്കെയാണ്. അപ്പൊ ഷംനയാണ് ദേശീയ വാർത്തകളുടെ വിശദാംശങ്ങൾ. പോലെ നമുക്കിനി സ്പെഷ്യൽ ഡേ